4 തവണ ചൊല്ലിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട് യാ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി തരണേ അല്ലാഹ്. മടവൂർ ശൈഖുനെ നമ്മൾ തവസ്സുലാക്കി, ബദരീങ്ങളെ തവസ്സുലാക്കി. അൽഹംദുലില്ലാഹ്, ഇതിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ വലിയ വിഷമം പറയുന്ന, ഒരുപാട് ആളുകൾ വലിയ സങ്കടങ്ങൾ പറയുന്ന മജ്ലിസാണ് നമ്മുടെ മജ്ലിസ്. എത്രയോ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ കരുതി അതിനൊക്കെ പരിഹാരം കിട്ടണം, അതിൽ നിന്നൊക്കെ സലാമത്ത് കിട്ടണം എന്ന് നിയ്യത്ത് ചെയ്ത് ഇതിൽ പരിഹാരം കിട്ടുമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടെ പങ്കെടുക്കുന്ന മജ്ലിസാണ് നമ്മുടെ ഈ മജ്ലിസ്. ഖുതുബുൽ ആലം മടവൂർ ശൈഖുനായുടെ പേരിലുള്ള മജ്ലിസാണ്. അല്ലാഹുവേ, ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാഹ്. ഒരുപാട് സഹോദരന്മാര്, ഒരുപാട് ഉമ്മമാരൊക്കെ പറയാറുണ്ട്, ഉസ്താദേ എപ്പോഴും തടസ്സങ്ങളാണ് ജീവിതത്തിൽ, ക്ലേശങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. അത് വീട്ടില് എനിക്കൊരു പ്രയാസം, അത് കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഒരു പ്രയാസം, അത് കഴിഞ്ഞാൽ മക്കളെ പ്രയാസം, കടങ്ങള്, ബുദ്ധിമുട്ടുകള്, ഇങ്ങനെ ഒന്നൊന്നായി വന്ന് എല്ലാം ഒന്നിങ്ങനെ മാറി മാറി വരുമ്പോ ഒരു സമാധാനവും സന്തോഷം ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോ അപ്പത്തിന് വേറെന്തെങ്കിലും ഒരു പ്രയാസം. ഇങ്ങനെ പ്രയാസങ്ങളാണ് ഉസ്താദേ. ദ്വാരക്കണം, എന്താന്നറിയില്ല, റബ്ബിന്റെ പരീക്ഷണം വല്ലാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പലരും സങ്കടങ്ങൾ പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രയാസ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ, ജീവിതത്തിൽ തന്നെ വലിയൊരു ബറക്കത്ത് കിട്ടാൻ ഒരു മരുന്നായിട്ട് ഒരുപാട് പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ് സ്വലാത്തുൻ നൂർ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി എന്ന സ്വലാത്ത് ഫാത്തിമിയ സ്വലാത്താണ്. ബഹുമാനപ്പെട്ട മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി ചൊല്ലിയ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ. വലിയ മഹത്വമുള്ള സ്വലാത്താണ്. ഈ സ്വലാത്ത് 300 തവണ ഒരു ദിവസം ഒരാൾ ചൊല്ലിയാൽ, 300 തവണ വീതം ചൊല്ലിയാൽ അവന്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും മാറുമെന്നാണ്. ഇത് വലിയ ഫലമാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ, വലിയ ഫലമാണ്. 300 തവണ വീതം ചൊല്ലുക. ഇത് ഞാനൊരു ഫാമിലിക്ക് ഇത് പറഞ്ഞു കൊടുത്ത് അവർ അതിന്റെ അനുഭവം നമ്മളോട് പറഞ്ഞതാണ്. ചില ആളുകൾ, എത്രയോ ആളുകളുണ്ട് കല്യാണം ശരിയാവാത്തവർ. നമ്മൾ കല്യാണ പ്രായമെത്തിയിട്ടും കല്യാണം ശരിയാവാതിരിക്കുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ്, അല്ലെ? വലിയൊരു സങ്കടമാണ്. അല്ലാഹുവേ, കല്യാണം ശരിയാവാത്തവരുടെയൊക്കെ കല്യാണങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കല്യാണത്തിന്റെ പ്രായം എത്തിക്കഴിഞ്ഞാൽ രക്ഷിതാക്കൾ നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അത് പിന്നെ വൈകിപ്പിക്കാൻ പാടില്ല. ഓന് നല്ലൊരു ജോലി ആവട്ടെ, അതല്ലെങ്കിൽ ഓനൊരു പക്വത വരട്ടെ, ഒരു തന്റേടം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാത്തു നിൽക്കരുത്. ഇപ്പുള്ള ജോലി പോരാ, ജോലിയൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ഇപ്പുള്ള ജോലി പോരാ, ഇതൊന്നും ശരിയാവൂല, നല്ല ജോലി കിട്ടട്ടെ, അതല്ലെങ്കിൽ നല്ലൊരു പക്വത എപ്പോഴും എനിക്ക് വന്നിട്ടില്ല, ഒരു പക്വത വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ല പക്വതയുള്ള കുട്ടിയായിക്കും. എന്നാലും വെറുതെ കാരണം പറഞ്ഞ് ഇങ്ങനെ ബന്ധിപ്പിച്ച് 28ഉം 29 ഒക്കെ ആയിട്ടുണ്ടാവും. എന്നാലും നമ്മള് ചിലപ്പോ മക്കൾ എത്ര ആളുണ്ട് എന്ന് ചോദിക്കുന്ന ആ രൂപത്തിൽ കാണുമ്പോ അങ്ങനെ ആയിട്ടുണ്ടാവും. 30 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. നമ്മള് മക്കൾ എത്ര ആളുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും പറയാ, ഇല്ല ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ വയസ്സ് 30 ഒക്കെ ആയിട്ടുണ്ടാവും, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പല കാരണങ്ങളാൽ വെറുതെ ബന്ധിപ്പിക്കുകയാണ് കല്യാണം അതിന്റെ പ്രായമെത്തിയാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അതാണ് അതിന്റെ ശരി. അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഏത് പക്വതയില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും, ഇനി നമ്മൾ പക്വതല്ല എന്നൊക്കെ പറയുന്നുണ്ട്, എന്നാലും ഒരു ജീവിതത്തിൽ ഒരു പക്വത വരണമെങ്കിൽ, ജീവിതത്തിൽ ഒരു തന്റെ ഇടം, ഒരു കാര്യബോധം ഉണ്ടാകണമെങ്കിൽ വിവാഹം കഴിപ്പിക്കണം. ആ വിവാഹത്തിന്റെ പ്രായമെത്തിയാൽ 22, 23 വയസ്സൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 22, 23 വയസ്സ്, അല്ലെ, 24 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും കല്യാണം കഴിച്ച് നല്ല കുടുംബ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയണം. ആ രൂപത്തിൽ നമ്മുടെ മക്കള് വളർന്നു വന്നാൽ
ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ്, എല്ലാ വിദ്യാഭ്യാസവും നൽകുന്നവരാണ്. കല്യാണത്തിന്റെ പ്രായം എത്തിയാൽ അപ്പൊ പിന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ കല്യാണം കഴിച്ച ഒരു കുട്ടി ഒരാളും കല്യാണം കഴിക്കാത്ത ഒരാളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. രാത്രിയിൽ അങ്ങാടിയിൽ ഒരു കല്യാണം കഴിച്ച ചെറുപ്പക്കാരനും കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ കല്യാണം കഴിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവൻ പിന്നെയും അങ്ങാടിയിൽ സൊറ പറഞ്ഞിങ്ങനെ ഇരിക്കും, സൊറ പറഞ്ഞിങ്ങനെ വിടായും പറഞ്ഞിരിക്കും. കാരണം എന്താ, അവനെ കാത്തിരിക്കുന്ന ആരും വീട്ടിലുണ്ടാവൂല. എന്തേ വരാത്തതെന്ന് ചോദിക്കാൻ ഒരുപക്ഷെ ആരും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം രാത്രിയിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം. കാത്തിരിക്കുന്ന ഭാര്യയുണ്ടവിടെ, കാത്തിരിക്കുന്ന മക്കളുണ്ടവിടെ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ ഒരാളാണെങ്കിൽ അയാൾക്കൊരു കാര്യബോധം ഉണ്ടായി, രാത്രിയിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് പൈസ കിട്ടുമ്പോൾ കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരനും കല്യാണം കഴിഞ്ഞൊരു ചെറുപ്പക്കാരനും കഴിയാത്ത ഒരാൾക്ക് പൈസ കിട്ടിയാൽ അയാൾ ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ആഡംബരത്തിൽ എന്ത് വിഷയത്തിനും ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടേയിരിക്കും. അതിനുള്ള ലൈസൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരാളാണെങ്കിൽ അയാള് പൈസ എത്ര കിട്ടിയാലും അയാൾക്ക് മതിയാവുന്നില്ല. കാരണം വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഭാര്യന്റെ ആവശ്യമുണ്ട്, മക്കളുടെ ആവശ്യമുണ്ട്, ഉമ്മന്റെ വാപ്പന്റെ ആവശ്യങ്ങളുണ്ട്, കറണ്ട് ബില്ലടക്കാനുണ്ട്, ഗ്യാസിന്റെ പൈസ ഉണ്ട്, ഇങ്ങനെ തുടങ്ങി എത്രയോ ആവശ്യങ്ങൾ. മക്കൾക്ക് സ്കൂൾ തുറക്കുമ്പോ അതിന്റെ ആവശ്യം, മദ്രസ തുറക്കുമ്പോ അതിന്റെ ആവശ്യങ്ങൾ ഉണ്ടാവും, വണ്ടി ഫീസ് മറ്റേത്, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവന്റെ സാമ്പത്തികമായ വിഷയങ്ങളിൽ അവനൊരു ഭദ്രതയുണ്ടാകും. പൈസ എത്ര കിട്ടിയാലും, അതെ, ഒരു 10,000 രൂപ, ഒരു 20,000 രൂപ, അതല്ലെങ്കിൽ ഒരു 30,000 രൂപ, 40,000 രൂപക്ക് ശമ്പളമുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് ആ പൈസ കൊണ്ട് ഒരു മാസം ഇന്നാലിന്ന ചെലവുകളൊക്കെ ഉണ്ടാവും. ആ ചെലവുകൾക്ക് വേണ്ടി അവൻ ആ പൈസ നല്ല നല്ല വിഷയങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. ഇതാണ് ഒരു കുടുംബജീവിതം. ഇനി നല്ലോണം ശമ്പളമുള്ള ഒരാളാണെങ്കിൽ അയാളുടെ പൈസ വെറുതെ ചെലവഴിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ സമ്മതിക്കൂല. അതാണ് കല്യാണം കഴിക്കുമ്പോഴുള്ള നേട്ടം. കല്യാണം കഴിക്കാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് നല്ല സാലറി ഉണ്ട് എന്ന് വിചാരിക്കുക. 1 ലക്ഷം 2 ലക്ഷം ഒക്കെ സാലറി ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കും. അത് ചോദിക്കാനും പറയാനും ചിലപ്പോൾ ആരും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉമ്മയും ബാപ്പൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ കേട്ടോളൊന്നുമില്ല. പക്ഷേ വിവാഹ ജീവിതത്തിലേക്ക് വന്ന് ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി എത്ര റുപ്യ ഉണ്ടെങ്കിലും, 1-2 ലക്ഷം റുപ്യൊക്കെ സാലറി ഉണ്ടെങ്കിലും ആ പൈസ കിട്ടി ചെലവൊക്കെ കഴിച്ച് മിച്ചം വരുന്നത് നാളേക്ക് വേണ്ടി അവൻ മാറ്റിവെക്കും. തന്റെ കുടുംബത്തിന്റെ ഒരു സൂക്ഷിപ്പ് സ്വത്തായി, ഒരു അസറ്റായി അവൻ അതിങ്ങനെ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. അതാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. വല്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ടല്ലേ ഇസ്ലാം വിവാഹ ജീവിതത്തിന് വലിയ പ്രാധാന്യം, കുടുംബ ജീവിതത്തിന് വലിയ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് പിന്നെ നമ്മള് കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരുപക്ഷെ പല തെറ്റിലേക്കും പോകാൻ സാധ്യതകളുണ്ട്. പക്ഷേ കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ തെറ്റിൽ നിന്ന്, ഹറാമിൽ നിന്ന് അവൻ സംരക്ഷിക്കപ്പെടും. എല്ലാം കൊണ്ടും നമ്മുടെ രക്ഷിതാക്കൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. കല്യാണ പ്രായമെത്തിയാൽ പിന്നെ പിന്തിപ്പിക്കരുത്. കല്യാണത്തിന്റെ സമയമായി കഴിഞ്ഞാൽ മക്കൾക്ക് പെട്ടെന്ന് വിവാഹം ചെയ്തു കൊടുക്കണം. അതാണ് ബറക്കത്ത്, അതാണ് ഒരു രക്ഷിതാവിന്റെ കടമ. പിന്നെ എന്റെ കുട്ടി വേറൊരുത്തന്റെ കൂടെ വേറൊരുത്തിന്റെ കൂടെ പോയി, അതല്ലെങ്കിൽ വേറൊരു തെറ്റിലേക്ക് പോയി, അതല്ലെങ്കിൽ വേറൊരു മോശപ്പെട്ട സംഗതിയിൽ പോയി മദ്യപിക്കുന്നു, ഇങ്ങനൊന്നും നമ്മൾ പരാതി പറയുന്നതിൽ പിന്നെ അർത്ഥമല്ല. കല്യാണ സമയമായാൽ ഒരു പരിധി വരെ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കാതിരുന്നാൽ നമ്മൾ അതിന് കുറ്റക്കാരായി മാറും. അതുകൊണ്ട് കല്യാണത്തിന്റെ പ്രായമെത്തിയാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ എല്ലാവർക്കും യോജിച്ച ഇണകളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് പറയുമ്പോൾ കല്യാണം ശരിയാവാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും. കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിച്ച് ഒരുപാട് കാലമായി നോക്കുകയാണ്, പക്ഷെ കല്യാണം ശരിയാകുന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാകും. അല്ലാഹുവേ, നീ എത്രയും പെട്ടെന്ന് കല്യാണം ശരിയാക്കി കൊടുക്കണേ അല്ലാ, ശരിയാക്കി കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുടുംബ ജീവിതം അത്
അതൊരു വല്ലാത്ത സംഭവമാണ്. ജീവിതത്തിൽ വലിയ സന്തോഷമാണ്, സമാധാനമാണ്. നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയിലേക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മുടെ മക്കളുടെ കളിയും ചിരിയും തമാശകളും കാണുമ്പോൾ അത് വലിയൊരു സമാധാനമാണ്. നമ്മുടെ സമയം അവർക്ക് കൂടി ഉള്ളതാണ്. നമ്മൾ അവർക്ക് കൂടി നമ്മുടെ സമയം അവർക്ക് കൂടി മാറ്റിവെക്കേണ്ടതാണ്. നമ്മുടെ സമയം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് നമ്മുടെ ഭാര്യക്ക് അവകാശപ്പെട്ടതാണ്, നമ്മുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങാടിയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ച് നമുക്ക് സമയമല്ല എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ സമയത്തിന്റെ അവകാശികൾ നമ്മൾ മാത്രമല്ല, ആ അവകാശം നമ്മുടെ ഭാര്യക്കുണ്ട്, നമ്മുടെ സമയത്തിന്റെ അവകാശം നമ്മുടെ മക്കൾക്കുണ്ട്. ആ ഒരു നല്ല രൂപത്തിലുള്ള കുടുംബ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ചിലപ്പോ ചെറിയ ചെറിയ പ്രയാസങ്ങൾ, ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച്, എല്ലാ പിണക്കങ്ങളും മാറ്റിവെച്ച് സ്നേഹത്തോടെ, ഐക്യത്തോടെ, സന്തോഷത്തോടെ നല്ല ഒരു കുടുംബ ജീവിതം ആയിരിക്കണം നമ്മുടെ എല്ലാവരുടെയും കുടുംബം. അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു വലിയ റാഹത്ത് നൽകട്ടെ. ആമീൻ.